നമ്മുടെ AKPA കൊല്ലം മേഖല ട്രഷറായിട്ടുള്ള ബേസിൽ ഗോമസ് ചേട്ടൻ ഇന്നലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഫോട്ടോ പ്രദർശനമാണ് പള്ളി ഇടവകയുടെ ഭാഗമായിട്ട്. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്താണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാത്രി വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കയറി. അപ്പം ഒരുപാട് ഫോട്ടോസ് കണ്ട്. ഈ ഫോട്ടോസൊക്കെ ഇദ്ദേഹം എടുത്ത മാത്രമല്ല, ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരെടുത്ത ഫോട്ടോസാണ്. കാരണം അന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയ്ക്കകത്ത് അന്നത്തെ ക്യാമറയിൽ ഇത്രയും ക്രിയേറ്റീവ് ഐഡിയ ഉള്ള ഒരു അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ആ ക്രിയേറ്റീവ് ഐഡിയ ഉള്ളവർക്ക് മാത്രമേ ഇത്ര നല്ല പണം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് ഇത്രയും വലിയ ഗ്രൂപ്പുകൾ പോലും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ ബ്ലറായിട്ട് പലപ്പോഴും ഇപ്പോഴും ഫോട്ടോസ് ഇടുന്ന അന്നത്തെ കാലത്ത് ഓരോ ആൾക്കാരെയും കിട്ടത്തക്ക രീതി എടുത്തിട്ടുണ്ട്. അത്രയും നല്ല കഴിവുള്ള അച്ഛന്മാരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ ഫോട്ടോ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടും. അവിടുന്ന് എത്രത്തോളം മാറ്റം വന്നു. നേരത്തെ വന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോയിൽ കാണുകയുണ്ടായി, ഇവിടെ പലരും ഈ ഫോട്ടോ കണ്ട് കരയുന്നു, തൊട്ട് നോക്കുന്നു, ചുംബിക്കുന്നു. കാരണം അവരുടെ അമ്മ, അച്ഛൻ, കയറി പാടുന്ന അമ്മമാർ, അപ്പോൾ അവരുടെ മക്കൾ ഇത് കാണുന്നു, സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ പറയുന്നത് ഗെയിം ഒരച്ഛൻ വന്ന് ഇനാഗ്രേഷൻ ചെയ്യുന്നു. അതായത് പഠനം മാത്രമല്ല, ഗെയിമിന് വരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടാണ് ഇവിടെ അന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട് നമുക്ക് ഈ ഫോട്ടോകൾ കാണാൻ പറ്റും. ഇപ്പോൾ പല സ്കൂളുകളിലും കളിക്കാൻ പോകുമ്പോൾ വഴക്ക് പറയുന്ന സമയത്താണ് ഇവിടെ ഇതൊക്കെ നടന്ന ഒരു ഓർമ്മ വേണം. പിന്നെ അതുപോലെ തന്നെ ഏകദേശം എൻ്റെ പ്രായമുള്ള ആൾക്കാർ മിക്കവരും, എനിക്ക് മുമ്പുള്ള ആൾക്കാരെല്ലാവരും ഈ വീട് ഓർമ്മ കാണും. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ വീട് എങ്ങും കാണാനില്ല. ഉണ്ടെങ്കിൽ തന്നെ തോന്നക്കിൽ പോകണം. കുമാരനാശൻ്റെ വീട് അവിടെ ഇപ്പോഴും സ്മാരകമായിട്ട് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു തെളിവായിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീട് തന്നെയാണ് ഈ ഭാഗത്തുള്ളതെല്ലാം. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നേരത്തെ കണ്ടത് ചാരായ നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ ജാഥ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കണ്ട് ഇതൊരു 70-73 കാലത്തുള്ളൊരു ഫോട്ടോയാണെന്നൂടി ആലോചിക്കണം. അപ്പോൾ ഇത്തരം ഫോട്ടോ ജൂബിലി ആഘോഷത്തിന് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി എത്രത്തോളം മെനക്കെട്ടോ അതുപോലെ തന്നെ മെനക്കെട്ടിട്ടാണ് ഈ ഫോട്ടോസൊക്കെ ഇവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഓരോ വ്യക്തികളും അതിന് ഒരു മേജർ അഭിനന്ദനം അറിയിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം ഈ ഒരു പടം സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമ്മൾ ആലോചിച്ച് വയ്ക്കുക, നമ്മൾ തന്നെ എത്ര പടം നമ്മുടെ ഫോണിൽ എടുത്ത് കുറേ സെൽഫി എടുക്കുന്നു, എല്ലാം ഡിലീറ്റ് കളയുന്നു അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത്രയും വർഷങ്ങൾ മുമ്പുള്ള ഫോട്ടോ അവർ സൂക്ഷിച്ച് വെച്ചെങ്കിൽ അത്രയും മൂല്യമുള്ള ഫോട്ടോകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ എത്രത്തോളം സൗകര്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്, നമ്മൾ ഇത്ര സൗകര്യത്തിലേക്ക് എത്താൻ വേണ്ടി അന്നുള്ളവർ എത്ര കഷ്ടപ്പെട്ടു എന്നുകൂടി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്നെ ക്ഷണിച്ച ബേസിൽ ഗോമസ് ചേട്ടനും ഈ ഒരു ഇടവകയ്ക്കും നന്ദി. താങ്ക് യു. കഴിഞ്ഞു.